ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പോറ്റി നൽകിയ സ്വർണം സ്വർണം ശബരിമലയിലുള്ളതാണെന്ന് അറിയില്ല എന്നായിരുന്നു വാദം. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. കൊല്ലത്ത് നിന്ന് മനോജ്, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. എന്താണ് ആ കോടതി പറഞ്ഞിരിക്കുന്നത്? നമ്പ്യാർ, ഈ ബെല്ലാരി ഗോവർദ്ധൻ അതായത് സ്വർണ്ണ വ്യാപാരിയാണ്. ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിക്കൊപ്പമാണ് ഗോവർദ്ധനെയും അന്വേഷണ സംഘം ഡിസംബറിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗോവർദ്ധന്റെ പങ്ക് എന്ന് പറയുന്നത് ഈ ബെല്ലാരിയിൽ ചെന്നൈയിൽ എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കമ്പനിയിൽ നിന്നും വേർതിരിച്ച സ്വർണത്തിലെ ഒരു ഭാഗം അത് ബെല്ലാരി ഗോവർദ്ധന് ലഭിച്ചു എന്നുള്ളതാണ്. ഈ കൃത്യമായും ഇവർ തമ്മിലൊരു ഇടപാട് നടന്നിട്ടുണ്ട്. ഏത് വഴിയാണ് ഇത്തരത്തിൽ ശബരിമലയിലെ സ്വർണം ഗോവർദ്ധന് ലഭിച്ചത് എന്നൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. എന്തായാലും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ബെല്ലാരി ഗോവർദ്ധൻ നൽകിയ മൊഴി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നത് ശബരിമലയിലെ സ്വർണമായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് കോടതിയിലും ഗോവർദ്ധൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. സ്വാഭാവികമായും 90 ദിവസം പൂർത്തിയായാൽ മാത്രമേ സ്വാഭാവിക ജാമ്യം പരിഗണിക്കുകയുള്ളൂ. നിലവിൽ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷകൾ 2 കേസിലും പ്രതിയായതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യം, അതായത് തനിക്ക് ഇതുമായി നേരിട്ട് പങ്കില്ല എന്നുള്ളതിനെ പറ്റിയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഹർജി സമർപ്പിച്ചിരുന്നത്. പക്ഷെ കോടതി കൃത്യമായും ഈ 2 ഹർജികളും തള്ളുകയായിരുന്നു. അതിനുശേഷം എന്തായാലും തുടർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. 90 ദിവസം പൂർത്തിയായാൽ മാത്രമേ ഈ പങ്കജ് ഭണ്ഡാരിക്കും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും ജാമ്യം ലഭിക്കുകയുള്ളൂ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. എം മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.